ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മീൻ ചുട്ടെടുക്കുകയാണ്. ഈ മീൻ എന്ന് പറഞ്ഞാൽ ഇതേ മീനിൻ്റെ പേര് പ്രാച്ചി എന്നാണ്. ഈ പ്രാച്ചി മീൻ നമ്മൾ ഇപ്പോൾ ചുടാനുള്ള പരിപാടിയാണ്. ഈ പ്രാച്ചി മീൻ നമ്മളിപ്പോൾ 2 മണിക്കൂറായി മസാലകളെല്ലാം തേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചുടാനുള്ള പരിപാടികളാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ ഗ്രില്ലിൽ മീനുകളെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ അടുക്കി വെക്കണം. മീനുകൾ ഓരോന്നായി നമ്മൾ ഗ്രില്ലിൽ ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് കുരുമുളക്, അതുപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്, അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. അതിന് നമ്മൾ മീനുകളെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ അടുക്കി വയ്ക്കും. അങ്ങനെ മീനുകൾ നമ്മളിങ്ങനെ ഗ്രില്ലിൽ ഓരോ മീനുകളെ അടുക്കി വെച്ചു. എല്ലാവരും ഓരോ സ്റ്റൈലിൽ തന്നെ കിടന്നോട്ടെ. മീനുകൾ നമ്മൾ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഗ്രില്ലിങ്ങനെ മെല്ലെ അടച്ചു. അതിന് നമ്മൾ ഇങ്ങനെ ലോക്ക് ഇട്ട് വെച്ചു. ഓക്കെ, അതിനുശേഷം ഇനി ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മാറ്റാവുന്നതാണ്. അടുത്ത നമ്മൾ ഈ ഹീറ്റർ ഇങ്ങനെ ചൂടാക്കി നല്ല ചൂടായി കഴിയുമ്പോൾ ഇത് കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കറണ്ടിന്റെ വലിയ കമ്പനി കൊടുത്തോളൂ. പ്രശ്നമില്ല. നമ്മളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ചൂടായി കഴിഞ്ഞു. ഇനി പതുക്കെ നമുക്ക് നമ്മൾ ഗ്രില്ലിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് നമുക്കൊരു ഏകദേശം ഒരു 20 മിനിറ്റ് സമയമെടുക്കും നമുക്കിത് ഗ്രില്ലാവാൻ വേണ്ടിയിട്ട്. ആ സമയം വരെ നമുക്ക് മറ്റെന്തെങ്കിലും പണികൾ ചെയ്യാം, വർത്താനം പറഞ്ഞു ചെയ്യാം, പാട്ട് പാടാം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇനി ഇത് ഗ്രില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ പറയാം. ഇനി പരസ്യം വളിപ്പടിക്കരുത്. ഇതിപ്പോൾ നമ്മൾ നല്ല മണം വന്നു തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ മണം വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വിശന്നിട്ട് നിൽക്കാൻ പറ്റില്ല. കുറച്ച് ചെറുതായിട്ട് മണം വന്നു. നമ്മളിതിൽ വെളുത്തുള്ളി അരച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മണം വരാൻ സാധ്യതയുണ്ട്. അടുത്തുള്ള ഫ്ലാറ്റിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് അല്പം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് വിഷയമില്ല. എന്നാലും നാരങ്ങ നമ്മൾ ഇതിന്റെ മസാലയിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കതിൽ ചേർക്കാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ അസീബിന് സഹിക്കാൻ കഴിയുന്നില്ല. അസീബ് വെള്ളം കുറച്ച് കുടിക്കും. അദ്ദേഹത്തിന് ആ വെള്ളം നൗഫലിനും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നൗഫലിന് ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ള ദിവസം പെട്ടെന്ന് വിശക്കാറുണ്ട്. നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. തോന്നലല്ല, നല്ല മണം വന്നു തുടങ്ങി. നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. നല്ല ചുട്ട മണമാണ്. ഈ ഗ്രില്ലിൽ വെക്കുന്നതുകൊണ്ട് നമുക്കത് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കാനും പ്രശ്നമില്ല. ഒറ്റയടിക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെങ്ങനെ മറിക്കാൻ കഴിയും. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഹൈറ്റ് കൂട്ടേണ്ടി വരും തോന്നുന്നു അല്ലേ? ഇല്ല, ഇത് തന്നെ മതിയാവും. അല്ല, കരിച്ചില് ഇല്ല, പ്രശ്നമില്ല. കരിച്ചിലില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സൈഡ് അത് എല്ലാ ഭാഗവും ഈക്വലായിട്ട് വരും. നല്ല മണം വരുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല.
ഇത് പ്രാച്ചി എന്ന് പറയുന്ന മീനാണ് ഈ മീൻ. മീനെ കുറിച്ചൊരു മീനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഇത് പ്രാച്ചി മീനാണ്. ഈ പ്രാച്ചി മീൻ ചെതമ്പലൊക്കെ കളയാൻ വേണ്ടി നമുക്ക് വളരെ ഈസിയാണ്. അത് നമ്മൾ മേടിക്കുന്ന കടയിൽ തന്നെ നമുക്ക് ചെതമ്പലൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി കിട്ടും. അതിനുശേഷം നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്ത് കുഴച്ച് നമ്മളൊരു 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഈ സാധനം. അതുകൊണ്ട് നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല വിശപ്പും വരുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. വെള്ളോടെ നമ്മളിതിൽ അല്പം സവോളയും തക്കാളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ കുബൂസ് കഴിക്കുമ്പോൾ അതിൽ ചേർത്ത് കഴിക്കാൻ നല്ല രസമായിരിക്കും. അതിപ്പോൾ അസീബാണ് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസീബ് വളരെ നല്ല ഒരു അരിച്ചലുകാരനാണ്. അദ്ദേഹം പല വലിയ വലിയ പരിപാടികളിലും അദ്ദേഹം വളരെ നന്നായിട്ട് അരിച്ചിലും സബോള അരിയുകയും തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിയുകയും ചെയ്യും. കുറേ പരിപാടികൾ അദ്ദേഹം കുളമാക്കിയിട്ടുമുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾക്ക് അദ്ദേഹത്തിനെ തന്നെ കൊണ്ട് ഇത് അരിയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നൗഫൽ എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ആക്റ്റീവായിട്ട് കഴിക്കാൻ വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹം കഴിച്ച് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഒരു പീസ് പോലും ഇവിടെ വേസ്റ്റ് വരാറില്ല. ശരീരം കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ ചിരിക്കുകയാണ്. ഏറെക്കുറെ വെന്ത് കഴിഞ്ഞു. അദ്ദേഹം വളരെ വെന്തുള്ളിൽ നിന്നുള്ള ചിരിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറെക്കുറെ നല്ല മണം വന്നു തുടങ്ങി. നൗഫൽ ഒന്ന് മറിച്ച് നൗഫൽ അങ്ങനെ അത് മറിക്കുകയാണ്. ഈ ഭാഗം വളരെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അല്പം കൂടി ഫഹം ആക്കാം. അസീബൂടെ വളരെ രസകരമായിട്ട് സവാള അരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു. പൊറോട്ട വളരെ നമുക്ക് കൂടെ കഴിക്കാനുള്ള പൊറോട്ട എത്തിയിട്ടുണ്ട്. പൊറോട്ട ചപ്പാത്തി. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഗംഭീര പൊറോട്ട കേട്ടോ. അൺസൈക്കബിൾ പൊറോട്ട. ഇത് വളരെ ചൂട്ടോടെ തന്നെ നമ്മൾ കഴിക്കേണ്ടതാണ്. നൗഫലെ വളരെ പ്രത്യേകം അത് നമ്മൾ പൊറോട്ടനെ നമ്മൾ എടുക്കേണ്ടതാണ്. കേസറോൾ എടുത്താൽ പൊറോട്ടനെ നമുക്ക് ആക്കാം. സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. നല്ല കരിഞ്ഞ മണം വരുന്നുണ്ട്. കരിഞ്ഞ മണമാണ് പാകത്തിൻ്റെ. അലങ്കരിക്കാനുള്ള വസ്തുക്കൾ, അതായത് ഫിറ്റിങ്സ് എല്ലാം റെഡി കഴിഞ്ഞു. എന്തോന്ന് നോക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെന്തോന്ന് നോക്കാൻ, ഇതിൻ്റെ ഒപ്പം നമ്മൾ വെന്തോന്ന് നോക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ടേസ്റ്റ് നോക്കണം. അതാണ് അതിൻ്റെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുന്നത് വളരെ അടിപൊളി. എല്ലാവരും ടേസ്റ്റ് നോക്കിയേ. വളരെ മനോഹരമായിട്ടു. എനിക്ക് എടുക്കണ്ടാ കഴിഞ്ഞിട്ടില്ലേ?
ചെല്ലു 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 ഇവിടെ അങ്ങോട്ട് വയ്ക്കുന്നില്ല. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ റെഡി ചെയ്ത് നമുക്ക് നീട്ടാണ് ഇത് വരുന്നത് ശരിക്കും അല്ലേ? കാരണം വെങ്കണ്ട ഭാഗം തലഭാഗം സൈഡ്. അതെ, നോക്കലിന്റെ വളരെ നല്ലൊരു നിർദ്ദേശമാണത്. അത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. വളരെ ഗംഭീര മീനാണ് കേട്ടോ. നമ്പർ ഇട്ടോ നമ്പർ ഇട്ടോ ഞാനതിൽ തുപ്പിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ അടയുള്ള സമയത്തെ അട പുഴുങ്ങും, ഒന്നിച്ചുള്ള പുഴുങ്ങ. നമ്മളെന്താ ചെയ്യുന്നത്, അധികം പഞ്ചസാര ശർക്കര നാളെയുള്ള ഈർക്കിൽ കുത്തിവെക്കും. അപ്പൊ എന്ത് വരുമ്പോ പെട്ടെന്ന് തിരിച്ചറിയാം. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. വലിയ മീന സീലിൻ്റെതാണ് പറഞ്ഞത്. രണ്ടാം കൂടം ആരംഭിച്ചിരിക്കുകയാണ്. ഇരിക്കട്ടെ. നമ്മള് ബഹുമാനപ്പെട്ട ആസിഫ് ഇവിടെ എല്ലാം കഴിക്കുന്നതാണ്. ഇത് വളരെ അങ്ങനെ സമക്ക് ഫഹം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് കഴിക്കുകയാണ്. ഇത് നമ്മളായിട്ട് രുചി ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് റെഡിയാവുന്നതായിരിക്കും. അപ്പോൾ നഫല് കഴിക്കായിരുന്നു. അസീബ് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാരങ്ങ പിഴിയുന്നുണ്ട്. അങ്ങനെ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുകയാണ്. അസീബിന്റെയും നൗഫലിന്റെയും ശക്തമായ ഇടപെടലുകൾ ആ പാവം മീനുകളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു. മുള്ളുകൾ വീണ്ടും എത്ര ചടുലമായാണ് അവർ ആ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്.